ഒരു ചെറിയ തലവേദനയാണെങ്കിൽ തന്നെ ആ ദിവസം തള്ളി നീക്കാൻ വലിയ പ്രയാസമാണ് അല്ലേ? എന്നാൽ അതിശക്തിയായിട്ടുള്ള തലവേദന, കിടന്ന കിടപ്പിൽ കിടക്കേണ്ടി വരുന്ന ഒരു തലവേദനയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. മൈഗ്രെയിൻ ഇന്ന് കുറച്ചധികം ആളുകൾ വന്ന് പറയുന്ന ഒരു പരാതിയായി മൈഗ്രെയിൻ മാറിയിട്ടുണ്ട്. നമ്മുടെ തലയുടെ ഇരുവശങ്ങളിൽ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായി അതിശക്തിയായ രൂപത്തിൽ കാണുന്ന തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് വിളിക്കുക. തലച്ചോറിലെയോ തലയോട്ടിയുടെയോ നാഡീഞരമ്പുകളുടെ അസ്വാഭാവികമായിട്ടുള്ള സങ്കോചവും വികാസവുമാണ് മൈഗ്രെയിൻ്റെ കാരണം. നമ്മുടെ ശരീരത്തിലെ ചില ന്യൂറോ കെമിക്കലുകളുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ നാഡീഞരമ്പുകളുടെ അസ്വാഭാവികമായിട്ടുള്ള സങ്കോചത്തിനും വികാസത്തിനും കാരണമെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ ന്യൂറോ കെമിക്കലുകളുടെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു എന്നുള്ളത് കൃത്യമായി പറയാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. മൈഗ്രെയിൻ്റെ കാരണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. എന്നാൽ പൊതുവായി കാണുന്ന ചില കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. പ്രധാനമായും ഉച്ചത്തിലുള്ള ശബ്ദം, ഇപ്പോൾ തിയേറ്റർ, സ്പീക്കറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടി, ചില യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒച്ചത്തിലുള്ള ശബ്ദം, തുടർച്ചയായി ഇത്തരം ശബ്ദം കേൾക്കുന്നത് ചില ആളുകളിൽ മൈഗ്രെയിൻ ഉണ്ടാകും. ഉറക്കക്കുറവോ ഉറക്കം നഷ്ടപ്പെടുന്നതോ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഭക്ഷണം കഴിക്കാൻ വൈകുന്നത് മറ്റൊരു മൈഗ്രെയിൻ ട്രിഗറായിട്ട് വർത്തിക്കാറുണ്ട്. മാനസികവും ശാരീരികവുമായിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ മൈഗ്രെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കുട്ടികളിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളിലൊക്കെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തലവേദനയെ നമ്മൾ ക്ലസ്റ്റർ ഹെഡേക്ക് എന്നാണ് വിളിക്കുക. ഇതും മൈഗ്രെയിൻ്റെ ഒരു കാരണമായി മാറാറുണ്ട്. വെയിൽ കൊള്ളുന്നത്, മൈഗ്രെയിൻ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് സമയത്തേക്കാണെങ്കിലും വെയിൽ കൊള്ളുന്നത് മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട്. മൈഗ്രെയിൻ ഒരു പാരമ്പര്യ രോഗമാണ്. അപ്പോൾ അച്ഛനോ അമ്മയ്ക്കൊക്കെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നത് ചില ആളുകളിൽ മൈഗ്രെയിൻ കൂടുതലായിട്ട് ഉണ്ടാക്കാറുണ്ട്. അതിനു പകരമായി മറ്റു മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് മൈഗ്രെയിനുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല കാര്യം. മൈഗ്രെയിനുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരെടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മൈഗ്രെയിൻ ട്രിഗറുകൾ, മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനു വേണ്ട സാഹചര്യം ഒരുക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ യാത്ര പോകുന്ന ആളുകളിൽ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ യാത്ര പോകാനുണ്ടെങ്കിൽ പരമാവധി ഉറക്കം നഷ്ടപ്പെടാത്ത രീതിയിൽ, ഭക്ഷണം നഷ്ടപ്പെടാത്ത രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യുക. യാത്രയുടെ സമയത്ത് ഒരു കാരണവശാലും പുസ്തകം വായിക്കുകയോ മൊബൈൽ ഫോൺ നോക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ള ആളുകളാണെങ്കിൽ കുറഞ്ഞ സമയത്തേക്കാണ് വെയിലത്തേക്ക് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിലും കുട പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഭാത ഭക്ഷണം ഒരു കാരണവശാലും മിസ്സാകുന്നില്ല എന്നുറപ്പ് വരുത്തുക. ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങുന്നത് വഴി ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അംശം കുറയുകയും അത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ താറുമാറാക്കുകയും അത് മൈഗ്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യും. ചില വാസനകൾ, ചില സ്മെല്ല് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ വണ്ടിയിലെ AC പെർഫ്യൂംസോ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന പെർഫ്യൂംസിലൊക്കെ തലവേദന ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാചകം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ചില സ്മെല്ലുകൾ ചില ആളുകളിൽ മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള വാസനകളോടും പരമാവധി അകലം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറഞ്ഞത് 6 ഗ്ലാസ് മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം ദിവസേന കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമായും ഉറങ്ങുക. ഇതിനോടൊപ്പം തന്നെ മൈഗ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ആവർത്തിച്ചു വരുന്ന സ്വഭാവം, റിക്കറൻസ്. ഈ റിക്കറൻസ് കുറക്കുക എന്നുള്ളത് മൈഗ്രെയിൻ്റെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തൊക്കെ തരത്തിലുള്ള മൈഗ്രെയിനാണുള്ളത്? മൈഗ്രെയിൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഒന്ന് ക്ലാസിക്കൽ മൈഗ്രെയിൻ, മറ്റൊന്ന് സിമ്പിൾ മൈഗ്രെയിൻ. ക്ലാസിക്കൽ മൈഗ്രെയിനെ നമ്മൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് വിളിക്കും. അതായത് മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് തലവേദന വരാൻ പോകുന്നതിൻ്റെ ചില സൂചനകൾ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്
നമ്മുടെ കണ്ണിൻ്റെ മുൻപിലൂടെ വെള്ളി വെളിച്ചം പാസ് ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ. അതായത് കുറച്ച് ദൂരെ നിന്ന് പ്രകാശരശ്മികളുടെ ഒരു ഘോഷയാത്ര കണ്ണിന് നേരെയായി വരികയും എന്നാൽ കണ്ണിൽ സ്പർശിക്കാതെ മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഫോർട്ടിഫിക്കേഷൻ സ്പെക്ട്ര എന്നാണ് നമ്മളിതിനെ പറയുക. ഇത്തരത്തിലൊരു സൂചന ലഭിച്ചാൽ അടുത്ത ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ അതിശക്തിയായിട്ടുള്ള തലവേദന ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫോണോഫോബിയ, അതായത് ശബ്ദം കേൾക്കാൻ കഴിയാത്ത അവസ്ഥ. ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്ക് വല്ലാത്ത രീതിയിൽ ദേഷ്യവും അരോചകവുമായി തോന്നുന്ന അവസ്ഥ. ചില ആളുകളിൽ തലവേദനയ്ക്ക് മുന്നോടിയായി തലയുടെ 2 വശങ്ങളിലും ഈ ചെറിയ രീതിയിൽ ഹാമർ കൊണ്ട് അടിക്കുന്നത് പോലെ ഇങ്ങനെ അനുഭവപ്പെടാം. വല്ലാത്ത രീതിയിലുള്ള ദേഷ്യവും ഇറിറ്റേഷനും ഉണ്ടാകാം. ഇപ്പം നമ്മുടെ സ്വന്തം കുട്ടികളുടെ തന്നെ ചില സംസാരവും അവരുടെ കരച്ചിലും അവരുടെ ശബ്ദവുമൊക്കെ നമ്മളെ വല്ലാതെ ദേഷ്യത്തിലേക്ക് എത്തിക്കും. മറ്റൊന്ന്, ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് വർക്ക് സ്ട്രെസ്സ്. ജോലി സമയത്തുള്ള ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനുമൊക്കെ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. സിമ്പിൾ മൈഗ്രെയിൻ വളരെ പെട്ടെന്ന് തലവേദന വരും. അതൊരു 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന അതിശക്തിയായിട്ടുള്ള തലവേദനയായിരിക്കും. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. മൈഗ്രെയിനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ സമയത്ത് അവരെ ഇരുട്ടുള്ള പരമാവധി വെളിച്ചം കുറഞ്ഞ ഒരു റൂമിൽ സമാധാനത്തോടു കൂടി റെസ്റ്റ് എടുക്കാനായിട്ട് അനുവദിക്കുക. പരമാവധി ശബ്ദം ചെല്ലാത്ത രൂപത്തിലേക്ക് ആ റൂം ഒരുക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളുടെ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തേക്ക് അവരിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. തലവേദന വരുന്ന സമയത്ത് തണുത്ത വെള്ളം കൊണ്ട് തല കഴുകുന്നതോ തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് അത് തലയിലിടുന്നതോ ഒക്കെ തലവേദനയുടെ കാഠിന്യം കുറക്കാനായിട്ട് സഹായിക്കും. ഇതേ സമയം തന്നെ തണുത്ത തുണി തലയിൽ നനച്ചിടുന്നതോടൊപ്പം കാലുകൾ രണ്ടും ഇളം ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുന്നതും തലവേദനയുടെ കാഠിന്യം വല്ലാത്ത രീതിയിൽ കുറക്കാൻ നമ്മളെ സഹായിക്കും. ഇതിൻ്റെ ഒരു കാരണം ചൂടുള്ള ഭാഗത്തേക്ക് നമ്മുടെ രക്ത ഓട്ടം കൂടുകയും തണുപ്പുള്ള ഭാഗത്തേക്ക് രക്തയോട്ടം കുറയുകയും ചെയ്യുന്നത് തലയുടെ കഞ്ചഷനൊക്കെ കുറക്കാനായിട്ട് സഹായിക്കും. തലവേദന ഉള്ള സമയത്ത് കണ്ണുകളുടെ മുകളിലായി ചെറിയ രീതിയിൽ മൃദുവായി മസാജ് ചെയ്യുന്നത് തലവേദനയുടെ കാഠിന്യം കുറയാൻ സഹായിക്കും. തലയുടെ സൈഡുകളിലായിട്ടും ചെറിയ രീതിയിൽ മസാജ് ചെയ്യുന്നത് തലവേദനയുടെ കാഠിന്യം കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. തലവേദന ഉള്ള സമയത്ത് നിർബന്ധമായും റെസ്റ്റ് എടുക്കുക. തലവേദന ഉള്ള ആളുകളുടെ കൂടെ, ഈ മൈഗ്രെയിനുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇവർക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ടെൻഷൻ, സ്ട്രെസ്സ്, ഇത് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇത് രണ്ടും ഇത് കുറക്കുക. ഒപ്പം ചില പെർഫ്യൂംസിൻ്റെ ഗന്ധം, ചില വാസനകൾ ഇവർക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കും. അത്തരത്തിലുള്ള പെർഫ്യൂംസും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ സമയത്ത് മൈഗ്രെയിൻ വരുന്ന സമയത്ത് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെളിച്ചം അധികം പ്രവേശിക്കാത്ത, ശബ്ദം കേൾക്കാത്ത ഒരു റൂമിൽ അവർക്ക് മനസമാധാനത്തോടു കൂടി റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. മൈഗ്രെയിനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. മൈഗ്രെയിനുള്ള ആളുകൾ ഈ ടിന്നിലടച്ച പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ചോക്ലേറ്റ്, ചീസ്, ഐസ്ക്രീം, ആർട്ടിഫിഷ്യൽ മധുരം അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. മൈഗ്രെയിനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില ജീവിതശൈലികളെക്കുറിച്ചും കൂടെ നമുക്ക് നോക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആഴ്ചയിൽ 5 ദിവസം നിർബന്ധമായും വ്യായാമം ചെയ്യുക. മദ്യപാനം, പുകവലി പോലെയുള്ള ദുശ്ശീലങ്ങൾ പരിപൂർണമായും നിർത്തുക. ജോലിയുടെ സംബന്ധമായോ മറ്റോ ഉള്ള സ്ട്രെസ്സും ടെൻഷനുമൊക്കെ പരമാവധി കുറക്കുക. ഒരു ദിവസം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക.
പ്രധാനമായും മെഡിറ്റേഷനോ പാട്ട് കേൾക്കലോ ഒരല്പം നടക്കുന്നതോ ഒക്കെ ഇതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ജീവിതശൈലി ക്രമീകരണം കൊണ്ടും ചികിത്സ കൊണ്ടും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ഒരസുഖമാണ് മൈഗ്രെയിൻ. താങ്ക് യു.